ചിലപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങിൽ I forgot to record some concepts. So നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് റെക്കോർഡ് ചെയ്യാതെ പോയത് എന്തൊക്കെയായിരുന്നു? കംപ്ലീറ്റ് ഗ്രാഫ്, പിന്നെ അസൈക്ലിക് ഗ്രാഫ്. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഈസ് സെറ്റ് ടു ബി കംപ്ലീറ്റ്. നമുക്ക് അവിടെ തന്നെ ഒന്നുകൂടി പോകാം, കാരണം ഈ ടോപ്പിക്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്ന് റിവ്യൂ ചെയ്യാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് എന്താണ്? ഗ്രാഫ്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ്സ് ഉണ്ട്. ഒരു വെർട്ടിസസ് ഉണ്ട്, എഡ്ജസ് ഉണ്ട്, പിന്നെ ഡയറക്റ്റഡ് ഗ്രാഫും അൺഡയറക്റ്റഡ് ഗ്രാഫും പറഞ്ഞു. ഡയറക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ എഡ്ജുകൾ ഒരു കറക്റ്റ് ഓർഡർ ഉണ്ട്. അൺഡയറക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ ഓർഡർ ഇല്ല. വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാഫിലെ ഓരോ എഡ്ജിനും ഒരു വെയ്റ്റും കൂടി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലേബൽ ഉണ്ടായിരിക്കും. അതിന് നമ്മൾ എക്സാമ്പിൾ കണ്ടു. അൺഡയറക്റ്റഡ് ഗ്രാഫ് വിത്ത് വെയ്റ്റ്, ഡയറക്റ്റഡ് ഗ്രാഫ് വിത്ത് വെയ്റ്റ്, രണ്ടും കണ്ടു. പിന്നെ അഡ്ജസൻറ്റ് വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ 2 വെർട്ടിസസ് തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ വെർട്ടെക്സിലെ അഡ്ജസൻറ്റ്, ഒരു വെർട്ടെക്സിൻ്റെ അഡ്ജസൻ്റ് ആണ് മറ്റേതെന്ന് പറയും. സെൽഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഇസ് എൻ എഡ്ജ് ഹൂ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വെർട്ടിസസ് ആർ സെയിം, ഇതല്ലേ എ സെൽഫ് ലൂപ്പാണ്. പിന്നെ പാരലൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഇസ് മോർ ദാൻ 1 എഡ്ജ് ബിറ്റ്വീൻ 2 vertices, ഇതാണ് പാരലൽ എഡ്ജ്. Then we told if a graph does not have an self loop or parallel edge, then that is സിമ്പിൾ ഗ്രാഫ്. ഇതൊരു എക്സാമ്പിൾ ആണ്. സിമ്പിൾ ഗ്രാഫ് ആണ്, സെൽഫ് ലൂപ്പും ഇല്ല, പാരലൽ എഡ്ജസും ഇല്ല. ഓക്കെ. Then complete graph എന്ന് പറഞ്ഞാൽ ഗ്രാഫ് is said to be complete if each vertex vi is adjacent to every other vertex. എല്ലാ പെയർ ഓഫ് വെർട്ടിസസ് തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിലാണ് അതിന് കംപ്ലീറ്റ് ഗ്രാഫ്. നമ്മൾ 4 വെർട്ടെക്സുള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഫിഗർ കണ്ടു. സിമിലർലി 5 വെർട്ടിസുള്ള കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഫിഗർ കണ്ടു. അസൈക്ലിക് ഗ്രാഫ് മീൻസ് എഫ് ഗ്രാഫ് ഡസ് നോട്ട് ഹാവ് എ സൈക്കിൾ. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു നോഡിന് ഒരു അതേ നോഡിലേക്ക് തന്നെ തിരിച്ചെത്താവുന്ന ഒരു പാത്ത് ഉണ്ടെങ്കിലാണ് അതാണ് സൈക്കിൾ. ഇതാണ് സൈക്ലിക് ഗ്രാഫ്. ഇതും സൈക്കിളാണ്, കാരണം ഇതിലൊരു സബ് പാർട്ടിലാണ് സൈക്കിളുള്ളൂ, ബട്ട് എന്നാലും സൈക്കിളാണ്. സൈക്കിളെ എല്ലാ വെർട്ടിസസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ സൈക്കിളിൽ 3 വെർട്ടിസ് ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെ തന്നെ എല്ലാം വേണമെന്നില്ല, കുറച്ച് പാർട്ട് മാത്രം സൈക്കിളായാലും അതൊരു സൈക്ലിക് ഗ്രാഫാണ്. ദെൻ ഇത് അസൈക്ലിക് ഗ്രാഫാണ്. അപ്പം നോർമലി ട്രീ എന്ന് പറഞ്ഞാൽ ഒരു അസൈക്ലിക് ഗ്രാഫ്. ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു വെർട്ടെക്സ് ആയിട്ട് കണക്ഷൻ, അതായത് എഡ്ജ് വഴി കണക്റ്റഡ് അല്ലാത്തതാണ് ഐസൊലേറ്റഡ്. സോ ഇതിൽ ബി. അടുത്ത ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്ന് എത്ര എഡ്ജുകൾ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഡിഗ്രി എന്ന് പറയുക. അൺഡയറക്റ്റഡ് ഗ്രാഫിൽ അപ്പോൾ ഇത് എക്സാമ്പിൾ കണ്ടു. പിന്നെ ഡയറക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ there are 2 types of degree. ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് ഇൻ ടു വി. അതേസമയം ഔട്ട് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് സ്റ്റാർട്ടിങ് ഫ്രം വി, എമിനേറ്റിംഗ് ഫ്രം വി. അപ്പോൾ അത് നമ്മൾ എക്സാമ്പിൾ കണ്ടു. ദെൻ പെൻഡന്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇൻ ഡിഗ്രി 1ഉം ഔട്ട് ഡിഗ്രി 0 ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് ആണ് പെൻഡന്റ് വെർട്ടെക്സ്. കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 2 വെർട്ടെക്സുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിലൊരു പാത്ത് ഉണ്ടാവാം, ഒരു സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിന് എൻഡിങ് വെർട്ടെക്സിലേക്ക്. അങ്ങനെ എല്ലാ പെയർ ഓഫ് വെർട്ടിസസ് തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിലാണ് അതിന് കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുക. അതിൽ നമ്മൾ ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ സ്ട്രോങ്ലി കണക്റ്റഡ് ഉണ്ട്, വീക്കലി കണക്റ്റഡ് ഉണ്ട്. സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ടേക്ക് എനി പെയർ ഓഫ് വെർട്ടിസസ് ദർ ഇസ് പാത്ത്. ബട്ട് വീക്കലി കണക്റ്റഡ് മീൻസ് ഇഫ് യു ടേക്ക് എനി പെയർ ഓഫ് വെർട്ടിസസ് ദർ മേ നോട്ട് ബി പാത്ത്. For example this, but if you take the underlying undirected graph then it is connected. അതാണ് സ്ട്രോങ്ലി കണക്റ്റഡും വീക്കലി കണക്റ്റഡും. ഓക്കെ. അപ്പം നമ്മൾ ഗ്രാഫുമായി ബന്ധപ്പെട്ട കഥകൾ അല്ലെങ്കിൽ ബേസിക് ഡെഫിനിഷൻസും ബേസിക് ടെർമിനോളജീസ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെ സാധാ സബ്ജക്റ്റിൽ കൂടുതൽ ഡിസ്കസ് ചെയ്ത് എങ്ങനെ നമുക്കൊരു പ്രോഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യാം, എങ്ങനെ ഓപ്പറേഷൻസ് ചെയ്യാം. അപ്പോൾ അതിലാണ് നമ്മൾ അടുത്തായിട്ട് വറീഡ് ആയിട്ടുള്ളത്. സോ നൗ വിൽ സി റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്. നമുക്കൊരു എക്സാമ്പിൾ 3 തരത്തിലുള്ള എക്സാമ്പിൾ കാണുന്നതിന് 3 തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ ജസ്റ്റ് എന്താണെന്ന് പറയാം. ഒന്നാമത്തെ റെപ്രസെൻറ്റേഷൻ യൂസിങ് സെറ്റ് റെപ്രസെൻറ്റേഷൻ. രണ്ടാമത്തെ റെപ്രസെൻറ്റേഷൻ അഡ്ജസൻസി ലിസ്റ്റ്. സോ യു മേക്ക് യൂസ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. Then third representation is adjacency
matrix representation. So now we'll see what is set representation. Set representation നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ഇത് രണ്ട് സെറ്റുകളായിട്ടാണ് ഒരു ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്യുക. അത് വെയ്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ എഡ്ജസിൻ്റെ എന്തുണ്ടായിരിക്കും, 3 ഫീൽഡ്സ് ഉണ്ടായിരിക്കും. അൺവെയ്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ എഡ്ജസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പെയർ ഓഫ് വെർട്ടിസസ്. എക്സാമ്പിൾ കാണാം. സോ സെറ്റ് റെപ്രസെൻറ്റേഷൻ അപ്പോൾ ഇതിൽ 2 സെറ്റുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാഫ് ഉണ്ട് എ, നമുക്കൊരു 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് വരയ്ക്കുക. സി ഡി, ഈ ഗ്രാഫ് ആണെങ്കിൽ ഗ്രാഫ് 1, നമുക്ക് സെയിം എക്സാമ്പിൾ അടുത്ത നൊട്ടേഷൻസിനും യൂസ് ചെയ്യാം. അതിൽ ഡ്രോ 1 മോർ ഗ്രാഫ്. ഇതൊന്ന് ഡയറക്റ്റഡും ഒന്ന് അൺഡയറക്റ്റഡ് ആണ്, രണ്ടെണ്ണം. വേറൊരു ഗ്രാഫാണ്. ഇപ്പോൾ സെറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സെറ്റ്? വി മീൻ സെറ്റ് ഓഫ് ഓൾ വെർട്ടിസസ് സി ഡി. എഡ്ജിൻ്റെ സെറ്റുകൾ, ഓരോ എഡ്ജിനും 3 കാര്യങ്ങളുണ്ടാവും. സ്റ്റാർട്ടിങ്, എൻഡിങ് ആൻഡ് വെയ്റ്റ്. എന്ന് സിയിലേക്ക് വെയ്റ്റ് 3, ദെൻ ബിന്ന് എയിലേക്ക് വെയ്റ്റ് 5, ദെൻ ഡിന്ന് ബിയിലേക്ക് വെയ്റ്റ് 6, ബിന്ന് ഡിയിലേക്ക് വെയ്റ്റ് 7, ദെൻ ബിന്ന് പിന്നെ എവിടേക്കാണ്, സിയിലേക്കുണ്ട് വെയ്റ്റ് 1, ദെൻ സിന്ന് എയിലേക്ക് വെയ്റ്റ് 2. എല്ലാ എഡ്ജുകളായിരുന്നു. എത്ര എഡ്ജുണ്ട്? 1 2 3 4 5 6 7. 1 2 3 4 5 6 ആയുള്ളൂ. ഏതായിട്ട് മിസ്സിങ്. എയിൽ നിന്ന് 3 2, സിന്ന് ഡിയിലേക്ക് 4. ജസ്റ്റ് ഇതാണ് റെപ്രസെൻറ്റേഷൻ. അതേസമയം നമ്മളൊരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ ഇവിടെ ഏതാണ്? സെറ്റ് ഓഫ് വെർട്ടിസസ് എ ബി സി ഡി ആൻഡ് സെറ്റ് ഓഫ് എഡ്ജസ്. നമുക്ക് ഏതെങ്കിലും ഒരു എന്ന് ബി എന്ന് പറഞ്ഞത് ബിന്ന് എയിലേക്കുണ്ട്, രണ്ടും ഉണ്ട് എന്നാണ് അർത്ഥം. എ ബി ദെൻ ബി സി. സോറി, അൺഡയറക്റ്റഡ് മാത്രമല്ല ഉദ്ദേശിച്ചത്, അൺഡയറക്റ്റഡ് ആൻഡ് വെയിറ്റ് ഇല്ലാത്ത. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 2 ഫീൽഡ് മതി. ഇനിയിപ്പോൾ അൺഡയറക്റ്റഡ് ആണ് വിത്ത് വെയിറ്റ് ആണെങ്കിൽ എ ബി 10 എന്ന് പറഞ്ഞാൽ എ ബി 10 എഴുതി അതിൻ്റെ അർത്ഥം തിരിച്ച് അങ്ങോട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ഡയറക്ഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മളെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മളൊരു സെനാരിയോ വരുമ്പോൾ അതിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ ലാബായാലും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫിന് അൺഡയറക്റ്റഡ് ഗ്രാഫിന് അതല്ലെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ സ്പെസിഫൈ ചെയ്താണ് ഇത് ഡയറക്റ്റഡ് ഗ്രാഫാണ്, ഇത് അൺഡയറക്റ്റ്. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, എ ബി ബി സി ദെൻ ബി ഡി ദെൻ എ സി അല്ലെങ്കിൽ സി എ, 4 എഡ്ജ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പല ഗ്രാഫിൻ്റെയും റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഓക്കെ,
സെറ്റ് ഉപയോഗിച്ചുള്ള ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അടുത്തത് അഡ്ജസൻസി ലിസ്റ്റ്. അഡ്ജസൻസി ലിസ്റ്റ് വരുമ്പോൾ അതൊരു ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ, അതായത് ഒരു വെർട്ടെക്സ് എടുത്താൽ അതിൽ നിന്ന് ആരൊക്കെയാണ് അഡ്ജസൻറ്റ് അവരെയൊക്കെ ഒരു ലിസ്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് 1 നോക്കാം. ഗ്രാഫ് 1 ഏതൊക്കെയാണ് വെർട്ടിസസ് ഉണ്ടായത്? എ, ബി, സി, ഡി, 4 വെർട്ടിക്സ്. അതൊരേ. ഇനി നമ്മൾ എയുടെ അഡ്ജസൻ്റ് ആരൊക്കെയാണ്? എയുടെ അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ എന്ന് സിയിലേക്ക് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എയുടെ അഡ്ജസൻ്റ് ഒരാൾ സി, എത്രയാണ് അതിൻ്റെ വെയിറ്റ്? എന്ന് സിയിലേക്കുള്ള വെയിറ്റ് 3. അത് മാത്രമാണ് അഡ്ജസൻ്റ്. ഇനി ഗ്രാഫ് ബിയുടെ അഡ്ജസൻ്റ് ബിന്ന് ഡിയിലേക്കുണ്ട്, ബിന്ന് സിയിലേക്കുണ്ട്, ബിന്ന് എയിലേക്കുണ്ട്. അപ്പോൾ 3 എണ്ണം വരും. ബിന്ന് സിയിലേക്കുണ്ട്, ഡിയിലേക്കുണ്ട്, എയിലേക്കുണ്ട്. നമ്മളതിൻ്റെ ബിന്ന് സിയിലേക്ക് എത്രയാണ്? ബിന്ന് സിയിലേക്ക് 1, മറ്റേത് ഡിയിലേക്ക് 7, 5. അഡ്ജസൻ്റ് ഇതിൻ്റെ അർത്ഥം സിന്ന്, ഈ ലിങ്കിൻ്റെ അർത്ഥം സിന്ന് ഡിയിലേക്ക് കണക്ഷൻ ഉണ്ടെന്നല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിയുടെ അഡ്ജസൻ്റ് ആയിട്ടുള്ള എല്ലാവരെയാണ് ഈ ലിങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഏത് അഡ്ജസൻ്റ് ആയിട്ടുള്ള എല്ലാവരെയാണ് ഈ ലിങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. സിയുടെ അഡ്ജസൻ്റ് ആയിട്ടുള്ളവരെ, സിയുടെ അഡ്ജസൻ്റ് ആരൊക്കെയാണെന്ന് നോക്കാം. സിയുടെ അഡ്ജസൻ്റ് സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെർട്ടിസസ് സിയിൽ നിന്ന് എയിലേക്കുണ്ട്, സിയിൽ നിന്ന് ഡിയിലേക്കുണ്ട്. 2, 4. എയിലേക്കുണ്ട് 2 ആണ് അതിൻ്റെ വെയിറ്റ്, ഡിയിലേക്കുണ്ട് 4 ആണ്. 1, 2, 3, 4, 5. ഇനി അടുത്ത ഡിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരെ, ഡിൻ്റെ അഡ്ജസൻ്റ് ഡിന്ന് ബിയിലേക്ക് മാത്രമാണുള്ളത്. മറ്റേ ഇത് എൻ ഡി എന്നതാണ്, ഇതും എൻ ഡി ആണ്. അപ്പോൾ ഡിയുടെ ബിയിലേക്ക് മാത്രമാണ്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? നമ്മൾ അല്ലെങ്കിൽ ഇത് വെച്ച് ആദ്യത്തെ A C3 എന്ന് സിയിലേക്കുണ്ട്. അടുത്തെന്തായിരുന്നു? BA5 ബിന്ന് എയിലേക്കുണ്ട്, DB6 ഡിന്ന് ബിയിലേക്കുണ്ട്, ദെൻ BD7 ബിന്ന് ഡിയിലേക്കുണ്ട്, BC1 ബിന്ന് സിയിലേക്ക് എഴുതിയിട്ടുണ്ട്, CA2 സിന്ന് എയിലേക്ക് എഴുതിയിട്ടുണ്ട്, CD4 എല്ലാം എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് കറക്റ്റ്. ഇതൊരു വെയ്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ടാണ് ഇതേപോലെ വെയിറ്റ് ഇല്ലാത്ത ഗ്രാഫ് 2 നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്നും കൂടി വരയ്ക്കാം. ABCD. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കും? അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ നമുക്കൊരു ബേസിക്കലി ഒരു അറേ ഉണ്ടായിരിക്കും. ആ അറേയിലുണ്ടാവുക എല്ലാ വെർട്ടെക്സുകളും. അപ്പോൾ ABCD ഇത് ഇത് പോയിന്റ് ചെയ്യുന്നത് ഒരു ലിസ്റ്റ് എയുടെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്. അപ്പോൾ ഇതിൽ എയുടെ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ എ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആരൊക്കെയാണ്? ബി കണക്റ്റഡ് ആണ്, പിന്നെ എ ആയിട്ട് കണക്റ്റഡ്, സി കണക്റ്റഡ് ആണ്. ഓക്കെ,
ബിയുടെ നെയ്ബേഴ്സോ ബി ആരൊക്കെയായിട്ട് കണക്റ്റഡ് ആണ്? ബി എ ആയിട്ട് കണക്റ്റഡ് ആണ്. കാരണം നമുക്ക് തിരിച്ചും പറയാം. പിന്നെ ബി സി ആയിട്ട് കണക്റ്റഡ് ആണ്. ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് രണ്ടും എഴുതാം. സിയുടെ നെയ്ബേഴ്സ് അല്ലെ അഡ്ജസൻ്റ് ആരൊക്കെയാണ്? എ ബി ഡി. എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്. ഡിയുടെ നെയ്ബേഴ്സ് ആരും ഡി സി ആയിട്ട് മാത്രമേ കണക്റ്റഡ് ഉള്ളൂ. സി. ഇതാണ് അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ. സോ സെറ്റ് റെപ്രസെൻറ്റേഷൻ കിട്ടും അഡ്ജസൻസി ലിസ്റ്റ്. അപ്പോൾ അഡ്ജസൻസി ലിസ്റ്റിൽ റെപ്രസെൻറ്റേഷൻ ഇറ്റ് ഈസ് എ ലിങ്ക്ഡ് ലിസ്റ്റ് representation. So for each node or each vertex we maintain a linked list whose nodes contain the adjacent vertices. Okay. Now we go to the third and last type of representation. അടുത്ത റെപ്രസെൻറ്റേഷൻ കൂടുതൽ ചിലപ്പോൾ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. സോ ഇവിടെ നമ്മളൊരു മെട്രിക്സ് ആണ് ഉപയോഗിക്കുക. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അഡ്ജസൻസി മെട്രിക്സ്. നമ്മളൊരു മെട്രിക്സ് ഉപയോഗിക്കും, അഡ്ജസൻസി മെട്രിക്സ്. സോ അഡ്ജസൻസി മെട്രിക്സ് ഓഫ് ഐ ജെ. ഐ ജെ എൻട്രി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 if there is edge from vertex I to vertex j, equal to 0 if there is a simple representation ആണ്. നമ്മളൊരു സാധാരണ ഒരു വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ, സോ ഫോർ എക്സാമ്പിൾ എ ബി സി ഡി, ആദ്യം കണ്ട പോലെ ഉള്ള ഗ്രാഫ്. ഇങ്ങനെയാണെങ്കിൽ നമ്മളൊരു മെട്രിക്സ് കൺസിഡർ ചെയ്യും. എ ബി സി 1 2 3 4 ആണ് ഇതിന് നമ്പർ കൊടുക്കുക വെച്ചാൽ ഐ ജിന്ന് കറക്റ്റ് വരുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ എയും ബിയും തമ്മിൽ വെർട്ടെക്സ് ഉണ്ടോ? എ ബി, എന്ന് ബിയിലേക്ക്, എന്ന് എയിലേക്ക് വെർട്ടെക്സ് ഉണ്ടോ? ഇല്ല, അപ്പോൾ 0. എന്ന് ബിയിലേക്ക് ഉണ്ട് 1, എന്ന് സിയിലേക്ക് ഉണ്ട് 1, എന്ന് ഡിയിലേക്ക് ഇല്ല, അപ്പോൾ 0. ഇനി ബിന്ന് എയിലേക്ക് ഉണ്ട് 1, ബിന്ന് ബിയിലേക്ക് ഇല്ല, ബിന്ന് സിയിലേക്ക് ഉണ്ട്, ബിന്ന് ഡിയിലേക്ക് ഇല്ല. ഇനി സിയിൽ നിന്ന് എയിലേക്ക് ഉണ്ട്, സിയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ട്, സിയിൽ നിന്ന് സിയിലേക്ക് ഇല്ല, സിയിൽ നിന്ന് ഡിയിലേക്ക് ഉണ്ട്. ഇനി ഡിയിൽ നിന്ന് എയിലേക്കില്ല, ഡിയിൽ നിന്ന് ബിയിലേക്കില്ല, ഡിയിൽ നിന്ന് സിയിലേക്ക് ഉണ്ട്, ഡിയിൽ നിന്ന് ഡിയിലേക്കില്ല. ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ഒരു വെർട്ടെക്സ് ഐസൊലേറ്റഡ് ആണെങ്കിൽ, ഐസൊലേറ്റഡ് ആണെന്ന് അതിൽ നിന്ന് ഒറ്റ എടുക്കില്ല, അങ്ങനെയാണെങ്കിൽ ആ റോ, അതിൻ്റെ റോ ഏതാണ്? ഇപ്പോൾ ഡി ഐസൊലേറ്റഡ് ആണെങ്കിൽ, അതായത് ഇതില്ല, അങ്ങനെയാണെങ്കിൽ ഇന്നുണ്ടാവും ഡി ഐസൊലേറ്റഡ് ആണെങ്കിൽ ഈ ഡിയുടെ ഈ റോ ഫുള്ള് 0. അപ്പോൾ ഒരു റോ ഫുള്ള് 0 ആണെങ്കിൽ നമുക്ക് ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടെക്സ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. പിന്നെ ഇപ്പോൾ ഡയറക്റ്റഡ് ആണ് വിചാരിക്കും. ഇപ്പോൾ പെൻഡൻ്റ് ഒക്കെ ആണെങ്കിൽ എന്തുണ്ടാവും? ഇങ്ങനെ അതാണെങ്കിൽ എന്തുണ്ടാവും? ഈ ഒരു റോയിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ എൻട്രി ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളടത്ത് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കും. ഇതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്താൽ എങ്ങനെ നമുക്കതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതൊന്നും നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ വെയ്റ്റഡ് ആണെങ്കിൽ, if it is weighted graph, instead of 1 we store
the weight. For example, for A, B, C, for 2, 3, 4. അപ്പം അങ്ങനെയാകുമ്പോൾ എന്ത് വരും? എന്ന് ബിയിലേക്ക് എഡ്ജ് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് 2ആണ്. സോറി, എന്ന് എയിലേക്ക് എഡ്ജ് ഇല്ല, അപ്പോൾ 0. എന്ന് ബിയിലേക്ക് ഉണ്ട് 2ആണ്. എന്ന് സിയിലേക്കുള്ളത് 3ആണ്. ബിന്ന് എയിലേക്കുള്ളതോ എഡ്ജ് ഉണ്ട് 2ആണ്. ബിന്ന് ബിയിലേക്ക് 0, ബിന്ന് സിയിലേക്ക് 4. ഇനി സിന്ന് എയിലേക്ക് 3, സിന്ന് ബിയിലേക്ക് 4, സിന്ന് സിയിലേക്ക് 0. ഇതിപ്പോൾ അൺഡയറക്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ എ ടു സി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് സിയിലേക്കും 3, സിന്ന് എയിലേക്കും 3, സെയിം തന്നെ രണ്ട് സ്ഥലത്ത് എഴുതണം. സപ്പോസ് ഇതൊരു ഡയറക്റ്റഡ് ആണെങ്കിലോ, ഡയറക്റ്റഡ് സിമിലർ മാനർ, ബട്ട് അത് ഏത് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ മാത്രം നമുക്ക് സ്റ്റോർ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ എ, ബി, സി, 3, 2, 4 ഇങ്ങനെയാണെങ്കിലോ? നിങ്ങൾ കുറേ എക്സാമ്പിൾ ചെയ്ത് നോക്കിയാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. പിന്നെ പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി എല്ലാത്തിൻ്റെയും സ്വന്തമായിട്ട് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കിയത്. വളരെ സിമ്പിൾ കൺസെപ്റ്റുകളാണ്. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ, അപ്പോൾ ഫ്രം എ ടു എ ദർ ഈസ് നോ എഡ്ജ്, സോ 0. ഫ്രം എ ടു ബി 2, ആൻഡ് എ ടു സി 3, ദെൻ ബി ടു എ ഇല്ല, ബി ടു ബി ഇല്ല, ബി ടു സി ഉണ്ട് 4, ദെൻ സി ടു എ ഇല്ല, സി ടു ബി ഇല്ല, സി ടു സി ഇല്ല. ബട്ട് ഇവിടെ സീനെ നമുക്കൊരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. പക്ഷേ അൺഡയറക്റ്റഡ് ആണെങ്കിൽ അതിന് ഐസൊലേറ്റഡ് എന്ന് സിമ്പിളായിട്ട് പറയാം. അങ്ങനെയുള്ള നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ 3 തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ കണ്ടു. ഒന്ന് സെറ്റ് റെപ്രസെൻറ്റേഷൻ. സെറ്റ് റെപ്രസെൻറ്റേഷനിൽ വി ഹാവ് ടു സെറ്റ്, വൺ സെറ്റ് റെപ്രസെൻറ്റിംഗ് ദ സെറ്റ് ഓഫ് ഓൾ വെർട്ടിസസ്, another set representing the ordered pairs, that is edges. Then adjacency list representation, it uses a linked list wherein the first for each vertex we keep a list of all its neighbors or adjacent vertices. Then third one is adjacency matrix representation. So if there is an edge between a pair of vertices, then we store 1. If there is no edge, we store 0. So if the edge has a weight, instead of 1, we will store the weight. So that's about the basic concepts in a graph. And the next class we will see graph traversals. So there are two methods, BFS or breadth first search and DFS, depth first search. So okay, so we'll stop here. So if anybody has doubts, you can continue in the meet, otherwise you can leave the meet. Okay, thank you all.